ഇവിടെ സുരേഷ് ഗോപി ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ജാതി മത വർഗീയ അൺഹോളി നെക്സസ് അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ജയിക്കില്ല എന്ന് വിചാരിക്കണേ. ഈ മതം പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ജയിക്കുക? രാഷ്ട്രീയം പറയണ്ടേ? അതെ, ജനങ്ങളുടെ കാര്യങ്ങൾ പറയുക. അമ്പലവും പള്ളിയും അതൊന്നും വേണ്ട. ഞങ്ങൾക്കൊന്നും ഒട്ടും താല്പര്യമില്ല, തൃശ്ശൂർക്ക് പ്രത്യേകിച്ച്. അദ്ദേഹം ഒരു കിരീടം മാതാവിന് കൊടുത്തു. ആ നിലയ്ക്ക് മറ്റുള്ളവരുടെ കരണക്കൂട്ടലൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് അവർ ചെയ്യുന്നുള്ള അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ല, ചതിക്കും ഉറപ്പാണ്. ഞാനടക്കം ചതിക്കും. ഇവിടെ ഇപ്പോൾ ഈ തീട്ട ഭാരതമാണ് നടക്കുന്നത്. മോഡിയുടെ സ്വച്ഛ ഭാരതയിലും ഇവിടെ എല്ലായിടത്തും തീട്ട ഭാരത് അത് പ്രകാരമുള്ള പള്ളി മുളക്കിലെല്ലാം സംഭവിക്കുന്നു. ജയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എല്ലാ മതങ്ങളും ഒരേപോലെ തന്നെയാണ്, അത്രയേ ഉള്ളൂ. ഞാൻ പള്ളിയിൽ പോണ ആളാണ്. അമ്പലത്തിലേക്കും പോകും, വടക്കനാലിലേക്കും പോകും. സുരേഷ് ഗോപി എന്ന വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ അറിയാം. പക്ഷേ അത് തന്നെയും ആളൊരിക്കലും ജയിക്കില്ല തൃശ്ശൂർ. എല്ലാവരും മനുഷ്യരല്ലേ. കൊറോണ വന്നപ്പോൾ എല്ലാവരും ഒരേപോലെ നിന്ന് ഇന്നത് എന്ന് പറഞ്ഞ വർഗീയത കാര്യങ്ങളൊന്നും ഇവിടെ കുത്തിപ്പോക്കേണ്ട ആവശ്യമില്ല. എല്ലാ മതക്കാരും ഇവിടെ വേണം. ഇല്ല, ജയിക്കില്ല. മതം അങ്ങനെ BJP ആയതുകൊണ്ട് BJPയെ പ്രോത്സാഹിപ്പിക്കുന്നു, മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ക്രിസ്ത്യൻ വോട്ടുകളെ നല്ലോണം ബാധിക്കും. അത് എല്ലാ വോട്ടുകളെയും നല്ലോണം ബാധിക്കും. നമ്മൾ കേരളത്തിൽ ജാതി മതഭന്യ എല്ലാവരും നല്ലോണം ബാധിക്കും. അയാളെ എങ്ങനെയും ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു വരുമ്പോഴത്തേന് ഇവരിങ്ങനെ ഓരോരുത്തർ ഈ ഇപ്പോൾ RV ബാബു മറ്റൊരു മറ്റേ എന്താണ് സ്വാമി അയാൾ എൻ്റെ അറിവിൽ ജയിക്കാൻ സാധ്യതയല്ല. എനിക്കിപ്പോഴും കുറച്ച് വിശ്വാസമാണ് ജയിക്കില്ല എന്നുള്ളത്. അങ്ങനെ ജാതി മതമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധിക്കും. പിന്നെ ഇത് വോട്ട് കുറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. അത് അത്ര നല്ലൊരു ഇമ്പാക്റ്റ് സുരേഷ് ഗോപിക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആവാൻ സാധ്യത. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ക്രിസ്ത്യൻസ് വോട്ടൊക്കെ തിരിയാൻ വഴിയുണ്ട്. ജയിക്കില്ല എന്ന് വിചാരിക്കണേ. ഈ മതം പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ജയിക്കുക? രാഷ്ട്രീയം പറയണ്ടേ? അതെ, ജനങ്ങളുടെ കാര്യങ്ങൾ പറയുക. അമ്പലവും പള്ളിയും അതൊന്നും വേണ്ട. ഞങ്ങൾക്കൊന്നും ഒട്ടും താല്പര്യമില്ല, തൃശ്ശൂർക്ക് പ്രത്യേകിച്ച്. അമ്പലത്തിൻ്റെ പള്ളിയുടെയും പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പാടില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് എന്താ പ്രശ്നങ്ങൾ അത് അന്വേഷിക്കണം, എന്നിട്ട് മതി. ജയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഈ നാട്ടുകാരനല്ലല്ലോ, അതുകൊണ്ടാണ്. തൃശ്ശൂരെ ബന്ധപ്പെട്ട ആൾക്കാരോട് ജയിക്കാൻ സാധ്യതയുള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാ ദൈവങ്ങളെയും വിശ്വാസമുള്ള ആളാണ്, അത്രേ. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല. വേർതിരിവൊന്നും ശരിയല്ല. മതപരമായിട്ട് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. എല്ലാ മതങ്ങളും ഒരേപോലെ തന്നെയാണ്, അത്രയേ ഉള്ളൂ. ഞാൻ പള്ളിയിൽ പോണ ആളാണ്. അമ്പലത്തിലേക്കും പോകും, വടക്കനാലിലേക്കും പോകും. മുസ്ലിം പള്ളി എന്നെ കയറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് കയറിയേനെ. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. നമുക്ക് അവിടുത്തെ ചടങ്ങുകളൊന്നും അറിയില്ല. പള്ളിയിലേക്ക് കയറാം. ഞാൻ കുറേ പള്ളിയിൽ പോയിട്ട്. എൻ്റെ അച്ഛൻ പള്ളിയിലത്തെ, ഞങ്ങൾ കാർപ്പൻറ്റേഴ്സാണ്, പള്ളിയിലത്തെ ജോലിക്കാരനായിരുന്നു, ചാലക്കുടി പള്ളിയിലത്തെ. അപ്പോൾ അങ്ങനെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ചെറുപ്പത്തിലേ തൊട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അമ്പലത്തിലേക്കും പോവും, പള്ളിയിൽ പോവും, അങ്ങനെ ഞങ്ങൾ പോകാറുണ്ട്. അല്ലാണ്ട് മതപരമായിട്ട് അങ്ങനെ വലിയ അറിവൊന്നും നമുക്കില്ല. സുരേഷ് ഗോപി എന്ന വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ അറിയാം. പക്ഷേ അത് തന്നെയും ആളൊരിക്കലും ജയിക്കില്ല തൃശ്ശൂർ. എന്താ സംഭവം, ആള് പാർട്ടി മുഖേന അല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ ആൾ ചിലപ്പോൾ ജയിക്കും. സ്വതന്ത്രനായി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വോട്ട് കിട്ടും. ജയിക്കുമെന്ന് ഉറപ്പില്ല, പക്ഷേ വോട്ടുകൾ അത്യാവശ്യം പിടിക്കാൻ പറ്റും. പക്ഷേ ഒരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ ആൾ ഒരിക്കലും ജയിക്കില്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ ഒരിക്കലും ജയിക്കില്ല. അതായത് ആൾ സെൽഫിഷായിട്ട് നിൽക്കുകയാണെങ്കിൽ ആൾ കുറച്ച് വോട്ടൊക്കെ പിടിക്കും. അല്ലാണ്ട് ഇവിടെ അങ്ങനെ സംഘടന അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇവിടെ മെയിനായിട്ട് സംഘടന ഇവിടുത്തെ ഇപ്പോൾ മണിപ്പൂർ വിഷയം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റണില്ല. അവിടെ തന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പോൾ ഇപ്പോഴും ഇവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ പോലെ പ്രശ്നങ്ങൾ ഇവിടെ വരില്ലല്ലോ. ഇവിടെ എപ്പോഴും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അവർ മാറി മാറി നിൽക്കണം തന്നെയായിരിക്കും നല്ലത്. നമ്മൾ മറ്റുള്ള പുതിയത് വരുന്നതിനെ നമ്മൾ ആലോചിക്കുന്നില്ല. ഇത് വോട്ടും ഇതുമായിട്ട് അങ്ങനെ ബാധ്യതയില്ല. കുറേ പേര് പണ്ട് തൊട്ട് തന്നെ വന്നിരുന്ന
ഒരു നമ്മൾ ഇതാണ് ഇന്ന പാർട്ടിയാണ് കാലങ്ങളായിട്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നു തോന്നുന്നില്ല. പിന്നെ വല്ല ഈ കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ ഇല്ലേ, ഇവിടുത്തെ ചെറുകിട കോർപ്പറേഷൻ ഇലക്ഷൻ, അതിനൊക്കെ ആകുമ്പോൾ വ്യക്തി എന്ന നിലയിൽ ഈ ഏരിയയിൽ ആ വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ നടക്കും എന്നതിൽ ചെയ്യും. അല്ലാണ്ട് ലോകസഭ നിയമസഭ ഇലക്ഷനിലൊന്നും ഒരിക്കലും ഒരിക്കലും ജയിക്കില്ല. ഇപ്പം എല്ലാതും ഇങ്ങനെ തന്നെയാണ്, ഒക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി എല്ലാം വരില്ല എല്ലാ പ്രശ്നങ്ങളും. ഇതൊക്കെ വോട്ടിനെ ബാധിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കണമെന്നാണ്. വേറെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇതിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ശരിയല്ല. അത് എല്ലാവരും മനുഷ്യരല്ലേ. കൊറോണ വന്നപ്പോൾ എല്ലാവരും ഒരേപോലെ നിന്ന് ഇന്നത് എന്ന് പറഞ്ഞ വർഗീയത കാര്യങ്ങളൊന്നും ഇവിടെ കുത്തിപ്പോക്കേണ്ട ആവശ്യമില്ല. എല്ലാ മതക്കാരും ഇവിടെ വേണം, ജനങ്ങൾ എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് പോകേണ്ടത്. അല്ലാണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യണു, അവർ വോട്ട് ഇത് ഈ ഇലക്ഷൻ വരുമ്പോഴുള്ള സംഭവമാണ്. ഇത് അവർ കാണിച്ചു കൂട്ടെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് മറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. അവരെ കൊണ്ട് കുറേ സഹായിച്ചു, ഇവരെ കുറേ കൊണ്ട് സഹായിച്ചു, അവർക്ക് വേണ്ടിയിട്ട് കുറേ ഇത് പിടിച്ചു. എല്ലാ പ്രശ്നങ്ങളും തുറക്കണത് അവർ തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് ആ സമയമാകുമ്പോൾ അവർ കാലും മാറിയിട്ട് മറ്റുള്ള ജനങ്ങളോട് നിൽക്കും. അത് ജനങ്ങൾക്ക് എല്ലാം അറിയാലോ. ക്രിസ്ത്യൻ വോട്ടുകളെ നല്ലോണം ബാധിക്കും. അത് എല്ലാ വോട്ടുകളെയും നല്ലോണം ബാധിക്കും. നമ്മൾ കേരളത്തിൽ ജാതി മതഭന്യ എല്ലാവരും നല്ലോണം ബാധിക്കും. ഇന്നിപ്പോൾ ഞാനൊരു ഓഡിയോ കേട്ടു, അതിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഒരു സ്ത്രീ വോട്ട് ചോദിക്കണ ഒരു വ്യക്തിനോട് വോട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. 4 ലക്ഷം റുപ്യ 5 ലക്ഷം റുപ്യയുടെ വീടിന് പാസ്സാക്കി കൊടുക്കണല്ലേ, ആ പൈസ കേന്ദ്രമാണ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ 70 എത്രയോ ചില്ലാൻ രൂപയുള്ളൂ കേന്ദ്രം കൊടുക്കണേ. ബാക്കി കേരള സർക്കാരും ബാക്കി പഞ്ചായത്തുമാണ് കൊടുക്കണം, പൈസ കൊടുക്കണം. അപ്പോൾ പിന്നെ അതിൽ അങ്ങനെയൊക്കെയല്ലേ ഓരോ പൊള്ളത്തരാണ്. സ്വയം അവരവരോരോ കുഴികൾ കുത്തല്ലേ, നമ്മളെന്ത് ചെയ്യാനാ? അവരെ കുഴി അവരെന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ ജയിക്കാൻ സാധ്യത അല്ല. എനിക്കിപ്പോഴും കുറച്ച് വിശ്വാസമാണ് ജയിക്കില്ല എന്നുള്ളത്. ഇത് തന്നെയാണ്. അയാളെ എങ്ങനെയും ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു വരുമ്പോഴത്തേന് ഇവരിങ്ങനെ ഓരോരുത്തർ ഇപ്പോൾ RV ബാബു മറ്റേ എന്താണ് സ്വാമി, അയാൾ ഈ പള്ളി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എന്താണ് വിശ്വരാജ്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അയാളെല്ലാം അത് ബാധിക്കുന്നത്. പിന്നെ എങ്ങനെ അയാൾക്ക് വോട്ടിട്ട് അയാളെ നല്ലോണം ബാധിക്കുന്നുണ്ടത്. മതപരമായിട്ട് ആൾക്കാരെ അതിലൊന്നിനും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സമത്വം വേണമെങ്കിൽ അത് അകത്ത് നിർത്തണം. ഇലക്ഷൻ മുതൽ നിന്ന് പ്രോസസ്സിൽ നിന്നും മതപരമായിട്ടുള്ളത് മാറ്റി നിർത്തണം. ഇല്ല, ജയിക്കില്ല. മതം അങ്ങനെ BJP ആയതുകൊണ്ട് BJPയെ പ്രോത്സാഹിപ്പിക്കുന്നു, മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾ അതിൽ ഇടപെടില്ല, ഞങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കും, അവർക്ക് സപ്പോർട്ട് ചെയ്യില്ല. സുരേഷ് ഗോപിനെ മൊത്തത്തിൽ വന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിലല്ല കാണുന്നത്, മറ്റൊരു നിലയ്ക്ക് കാണുന്നത്. അത് കാരണം കൊണ്ട് ഉറപ്പ് സുരേഷ് ഗോപിയെ പറയാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പ് പറയാൻ പറ്റില്ല. വോട്ട് കുറച്ച് പിടിക്കാം, അതായത് സുരേഷ് ഗോപി ജയിക്കുന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. എൻ്റെ സത്യം ഞാൻ പറഞ്ഞത്. പള്ളി വിവാദം അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുമെന്നുള്ളത് അതിപ്പോൾ ഒരു പ്രത്യേകതയാണ് ഇവിടെ നടന്നത്. അതായത് നമ്മൾ ഇപ്പോൾ അദ്ദേഹം ഒരു കിരീടം മാതാവിന് കൊടുത്തു, ആ നിലയ്ക്ക് മറ്റുള്ളവരുടെ കരണക്കൂട്ടലൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് അവർ ചെയ്യുന്നുള്ള അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ല, ചതിക്കും. അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തതാണ്. അത് 99% ക്രിസ്ത്യൻസ് കോൺഗ്രസ്സുകാരാണ്. 10 മാസം ഉണ്ടോ. അപ്പോൾ ആ നിലയ്ക്ക് അവരെ ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല. ചതിക്കും, ഉറപ്പാണ്. ഞാനടക്കം ചതിക്കും. അതെ, ഞാനാ പറഞ്ഞത്, എൻ്റെ സത്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതാണ്, അതായത് ഞാൻ പറഞ്ഞില്ലേ 99% ക്രിസ്ത്യൻസും കോൺഗ്രസ്സുകാരാണ്. അതിൽ വന്നിട്ട് നമുക്ക് അവർ സുരേഷ് ഗോപി എന്തൊക്കെ ജോലി വെച്ചാലും ശരി മറ്റൊരു വഴിക്ക് ആളെ ഇത് കൊടുക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാനടക്കം കഴിക്കും, ഉറപ്പാണ്. ഹിന്ദുക്കളുടെ പോലെയല്ല ക്രിസ്ത്യാനികൾ. ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ, പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞാൽ പള്ളി പൊളിക്കും. പക്ഷേ ഹിന്ദുക്കൾ അമ്പലം പൊളിക്കാനോ മതിൽ പൊളിക്കാൻ വരെ സമ്മതിക്കില്ല. അപ്പോൾ ഇതിൽ ഹിന്ദുക്കൾ ഉള്ള പോലെയല്ല ക്രിസ്ത്യാനികൾ. അവർ പരമാവധി സഹകരിക്കും, പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല എന്നും പറയും. അങ്ങനെയാണ്.
പാലേര് പള്ളി പുത്തമ്പള്ളി മാത്രമൊന്നുമല്ല, ഉള്ളൂർ പള്ളിയും അമ്പലം തന്നെയായിരുന്നു. ഇപ്പോഴും ഉണ്ട് കൽവിളക്ക്. മതിലിന് ഇപ്പോഴും കൽവിളക്കുണ്ട്. പക്ഷേ പൊളിക്കേണ്ട കാര്യം വരുമ്പോൾ അത് വലിയ പ്രശ്നമായിരിക്കും. സുരേഷ് ഗോപി അത് പൊളിക്കാനും പറയില്ല. എന്താ കാരണം അവന് വോട്ട് കിട്ടണം. വോട്ട് വ്യക്തിപരമായിട്ട് പറയാമെന്ന് വെച്ചാൽ വോട്ട് പിടിക്കും. പക്ഷേ പാർട്ടി പരമായിട്ട് പറയുമ്പോൾ വോട്ട് കുറയും. അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെന്ന് പറയുക, വോട്ട് കുറയാനോ സാധ്യത. ഇവിടെ ഇപ്പോൾ ഈ തീട്ട ഭാരതമാണ് നടക്കുന്നത്. മോഡിയുടെ സ്വച്ഛ ഭാരതങ്ങളിലും ഇവിടെ എല്ലായിടത്തും തീട്ട ഭാരത് അതുപ്രകാരമുള്ള പള്ളി പൊളിക്കലെല്ലാം സംഭവിക്കുന്നു. പിന്നെ ഇവിടെയുള്ള പ്രശ്നം ജില്ലയിൽ ഇതിനെതിരായിട്ടുള്ളത് എല്ലാ കടകളിലും അവിടെ ഇവിടെയൊക്കെ എല്ലാ കൃഷ്ണൻ, അള്ള, നബി, ക്രിസ്തു, ജൈനൻ, ബുദ്ധൻ, ശ്രീനാരായണ ഗുരു അവരുടെ ഫോട്ടോ വെച്ച് അവരുടെ ഭാരതം മതി എന്ന് പറഞ്ഞത് ഈ സുരേഷ് ഗോപിയുടെ തീട്ട ഭാരതം വേണ്ടാന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ആൾക്കാരാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞു തീട്ട ഭാരതം ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം തീട്ട ഭാരത് ആഗ്രഹിക്കുന്നവർ മോഡിക്ക് മറ്റേ സുരേഷ് ഗോപി വോട്ട് ചെയ്യും. തീട്ട ഭാരത് വേണ്ട എന്ന് പറയുന്ന UDFന് അത് അവർ വോട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ശരിയായ രീതി. അവരവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കും സുരേഷ് ഗോപിയുടെ തീട്ടംകണ്ടി ഭാരത്, തീട്ടപിശാവിൻ്റെ തീട്ടംകണ്ടി ഭാരതമാണ് വേണ്ടെങ്കിൽ അതിനുവേണ്ടി വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ UDFൻ്റെ തീട്ട ഭാരതം വേണ്ട, നല്ല ഭാരതം മതി എന്നുള്ളത് അതിനുവേണ്ടി വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ജാതി, മത, വർഗീയ അൺഹോളി നെക്സസ്, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, മുസ്ലിം, ക്രിസ്ത്യാനികൾ അവിടെ ലോർദ്പുരം ഇവിടെ എല്ലായിടത്തും ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കുടുംബ എന്താ പറയുക കത്തോലിക്ക സഭയിൽ ഈ സുരേഷ് ഗോപി ഇവിടുന്ന് ഓടിപ്പോണം, ഇവിടെ ഒരു കാര്യമില്ല എന്നുള്ളത്. കത്തോലിക്ക സഭ 2/24 ഫെബ്രുവരി 2, 24 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മെസ്സേജ് തന്നു കഴിഞ്ഞു. അത് കാരണം ഈ പറഞ്ഞ സുരേഷ് ഗോപി പിൻവലിക്കുകയാണ് നല്ലത്. അഡ്വാൻസ് നാണക്കേടാവും. അതാണ് പ്രശ്നം. നാണക്കേട് വരും. ഒരു കത്തോലിക്ക സഭ, മുസ്ലിം സഭ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചില്ലെങ്കിൽ നാണക്കേട് വരും എന്നാണ് പറഞ്ഞത്. അത് അത്ര നല്ലൊരു ഇമ്പാക്റ്റ് സുരേഷ് ഗോപിക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആവാൻ സാധ്യത കൂടുതൽ. സുരേഷ് ഗോപിക്കുള്ള വോട്ടിൽ കുറവ് വരാനാണ് സാധ്യത കാണിക്കുന്നത്. അത്രയുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവരത് പ്രതികരിക്കുന്നത് ഇത്തിരി വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ മതസ്ഥർക്കും ഈക്വൽ ഒരു ഇത് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഇങ്ങനെ പലപരമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ പാർട്ടിയിൽ തന്നെ കേരളം മറ്റുള്ള സ്റ്റേറ്റുകളിലെ പോലെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യതകളുള്ള സമയത്ത് ഇങ്ങനെയുള്ള ന്യൂസുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അയാൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. സാധ്യതകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ അങ്ങനെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളൊന്നുമല്ല. അങ്ങനെ രാഷ്ട്രീയത്തിലോ അങ്ങനെ പാടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ താല്പര്യപ്രകാരം ഉണ്ടാക്കുന്നതല്ലേ. അവർക്ക് എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരിപ്പോൾ എങ്ങനെ ചിന്തിക്കുന്നുള്ളത് തന്നെ സമുദായത്തിലിപ്പോൾ സമുദായ മേലധ്യക്ഷന്മാർ പറയുന്ന പോലെ ആയിരിക്കില്ലല്ലോ മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്നത്. അവരിൽ പലരിലും പല രാഷ്ട്രീയ ചിന്തകളുണ്ടാവും. പിന്നെ ഒരു തരത്തിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വർഗീയമായിട്ടും മറ്റുള്ള തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് കാര്യമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. എല്ലാവരും രാഷ്ട്രീയമായിട്ടുള്ള കുറച്ച് പക്വതയോട് കൂടി പെരുമാറുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുമോ, ഇനിയിപ്പോൾ DM പ്രതാപൻ വന്നാൽ അദ്ദേഹം ജയിക്കുമോ, ഇനിയിപ്പോൾ LDFൻ്റെ സുനിൽകുമാർ എന്ന് കേൾക്കുന്നു അദ്ദേഹം ജയിക്കുമോ, അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ആദ്യം സ്ഥാനാർത്ഥികളൊക്കെ വരട്ടെ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യട്ടെ. അത് അങ്ങനെ പറഞ്ഞാൽ ഒരു ഭിന്നിപ്പ് വരില്ലേ, സ്വാഭാവികമാണല്ലോ. അങ്ങനെ ജാതി മതമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധിക്കും. പിന്നെ ഇത് വോട്ട് കുറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. അത് നമ്മളെ എല്ലാ മതക്കാരും ഇവിടെ വേണം. ജാതി മതം വേർതിരിച്ചിട്ടൊന്നും പറയാൻ പാടില്ല. മനസ്സിലായ അത് അതിന് ബാധിക്കുന്ന എൻ്റെ അഭിപ്രായം അങ്ങനെ പറഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ക്രിസ്ത്യൻസ് വോട്ടൊക്കെ തിരിയാൻ വഴിയുണ്ട്. അത്രയേ ഉള്ളൂ. സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, നല്ല അഭിപ്രായമുണ്ട്. പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടാവുന്നല്ല, അത് ഇപ്പോൾ ഇവിടെ അന്ന് 50 രൂപയ്ക്ക് പെട്രോൾ തരാൻ ഡീസൽ തരാമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് അതൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ ഇതിനൊക്കെ വില കുറച്ച്. നമ്മുടെ പാചകവാതത്തിന് തന്നെ എന്തായി വില? അന്ന് 500 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ 1000-1200 രൂപ കൊടുത്ത് വാങ്ങേണ്ട. സുരേഷ് ഗോപിനെ എന്തിനാ ബാധിക്കില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെ ജാതി സംബന്ധമായ യാതൊരു തരത്തിലുള്ള ഏർപ്പാട് അദ്ദേഹത്തിനില്ല. മാത്രമല്ല ചർച്ചിൽ പോയി പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട്
ദേ ആർ ഇൻ ഗുഡ് സപ്പോർട്ട് ഫോർ ഹിം ഡെഫിനറ്റ്ലി. ആ പാലൂർ പള്ളി മറ്റേ പള്ളികളൊന്നും എതിരില്ല. എതിരില്ലാത്ത ആൾക്കാർ വേറെയുണ്ട്, അത് ഞാൻ വേറെ പറയുന്നില്ല ഇപ്പോൾ. പക്ഷേ ഈ രണ്ട് പള്ളികളിലെ ആൾക്കാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഒരിക്കലും അദ്ദേഹത്തിന് എതിരാവില്ല. നിവൃത്തിയുള്ളിടത്തോളം ദേ നോ വാട്ട് ഈസ് വാട്ട്. സോ ദേ വിൽ, ഐ എം എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ ദറ്റ് ദേ വിൽ സപ്പോർട്ട് ഹിം ഓൺലി. വിവാദം ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അദ്ദേഹം പള്ളിയിൽ പോയിട്ട് ഇത് കൊടുത്തിട്ടുള്ള ആളാണ്. നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം ഹി ഹാസ് സപ്പോർട്ടഡ് ദ ക്രിസ്ത്യൻ ചർച്ച് ആൻഡ് വെൻ ദെയർ ആൻഡ് ഗിവ് ഓൾ ദി തിങ്സ് what best a human being can, he has done. So there is ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല, ഉണ്ടാവാൻ പാടുമില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, എഗൻസ്റ്റ് ഹിം, അത് സംശയമില്ല. പക്ഷേ വളരെ ക്ലിയറായിട്ട് അദ്ദേഹം ചർച്ചിൽ പോയി വളരെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്.